ഹലോ. മലയാള കവിത സാഹിത്യ ശാഖയിലെ പ്രധാനപ്പെട്ട രണ്ട് ദീപശിഖകളാണ് കുമാരനാശാനും എഴുത്തച്ഛനും. ഇതിൽ കുമാരനാശാനാണ് മലയാളത്തിൽ ആദ്യമായി റൊമാൻറ്റിസിസം എന്ന കാവ്യ സമ്പ്രദായം കൊണ്ടുവന്നത്. എന്താണ് റൊമാൻറ്റിസിസം? അതായത് ദേവന്മാരുടെയും ദേവിമാരുടെയും രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും സ്തുതിഗീതങ്ങളും വീരഗാഥകളും പാടുന്നതിൽ നിന്ന് മാറി സർഗസംഗീതം ചിറകഴിച്ചു വിട്ട് പറത്തി പുതിയ മേഖലകളിൽ ചെന്ന് അവിടെ നിന്ന് പുതിയ കഥകളും പുതിയ ബിംബങ്ങളും കാവ്യരീതികളും രചനാരീതികളും സംഭരിച്ച് വികാരങ്ങളും ഭാവനകളും പ്രകൃതി ദൃശ്യങ്ങളും സ്വതസിദ്ധമായ ഭാഷയിൽ സ്വതസിദ്ധമായ ഭാവനയിൽ എഴുതുന്ന കവിതകളാണ് റൊമാൻറ്റിസിസം എന്ന വിഭാഗത്തിൽപ്പെടുന്നത്. റൊമാൻറ്റിസിസം കേരളത്തിൽ വന്നത് 1907 വീണപൂവ് പ്രസിദ്ധീകരിക്കുന്നതോടെയാണ്. എന്നാൽ പാശ്ചാത്യ സാഹിത്യത്തിൽ റൊമാൻറ്റിസിസം 18ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം മുതലുണ്ട്. ബൈറനും കീറ്റ്സും ടെനിസണും വേർഡ്സ്വർത്തുമെല്ലാം റൊമാൻറ്റിസിസം എന്ന കവിതാ സമ്പ്രദായം ഉപയോഗിച്ച് കവിതകൾ എഴുതിയിട്ടുള്ളവരാണ്.